ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കടലുണ്ടിയിൽ 7 വർഷമായി തീരെ കിടപ്പിലായ ബൈജു എന്ന ആൾക്ക് ഒരു ഇലക്ട്രിക് വീൽ ചെയർ നൽകാൻ വേണ്ടി പോവാണ്. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഗുൽമോഹറാണ് ഈ ഒരു സർവീസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം പ്രസിഡൻറ്റും മെമ്പർമാരും കൂടെ ബൈജുവിൻ്റെ വീട്ടിലെത്തി ഇലക്ട്രിക് വീൽ ചെയർ ബൈജുവിന് നൽകാൻ പോവുകയാണ്. ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സർവീസ് സംഘടനയാണ്. ഈ സംഘടന 1917 അമേരിക്കയിൽ രൂപം കൊണ്ടത്. 210ഓളം രാജ്യങ്ങളിലായി ഈ ഒരു സംഘടന പന്തലിച്ചു കിടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സംഘടനയുടെ മോട്ടോ തന്നെ വി സെർവ് എന്നാണ്. ഇന്ത്യയിൽ മാത്രമായി ഏകദേശം 2,70,000-ഓളം മെമ്പർമാർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ 26,000 മെമ്പർമാരാണ് ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ളത്. കേരളത്തിലുടനീളം ലയൺസ് ക്ലബ് മെമ്പർമാരിൻ്റെ സേവനങ്ങൾ ഇന്നും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഗുൽമോഹർ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ നമ്മുടെ കടലുണ്ടി പ്രദേശത്ത് നല്ല രീതിയിലുള്ള സർവീസുകൾ അവർക്ക് ചെയ്യാനായി സാധിച്ചിട്ടുണ്ട്. ഹായ്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താണ് വാസുവേട്ടന് പറയാനുള്ളത്? ഇത് നമ്മൾ ലയൺസ് ക്ലബ്ബ് ഇവിടെ രൂപീകരിച്ച അന്ന് തന്നെ 2 വീൽ ചെയർ നമ്മൾ നവതാര പാലിയേറ്റീവിന് കൊടുത്തിരുന്നു. അതിന് മുമ്പ് ഇതൊരു പ്രപ്പോസൽ എൻ്റെ അടുത്ത് വന്നതാണ്, ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട്, അയാൾക്ക് നീ സപ്പോർട്ട് ചെയ്യുക, അത് തിരക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ക്ലബ്ബ് രൂപീകരിച്ചപ്പം ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചപ്പം ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഇത് ഞാൻ പ്രപ്പോസൽ വെച്ചു, എല്ലാവരും പാസ്സാക്കി. അങ്ങനെ ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയർ ആണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് തനിച്ച് ഓടിച്ച് കൊണ്ടു നടക്കാൻ പറ്റും. ആ പരുവത്തിൽ ഒരു വീൽ ചെയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓടിച്ച് കുറച്ച് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ത്രീ വീലർ സ്കൂട്ടർ ഓടിച്ച് വെളിയിൽ പോകാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയാവും. അതിനാണ് അത് ആദ്യമായിട്ട് ഈ ഒരു വീൽ ചെയറിൽ ഓടിച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കണം അദ്ദേഹം. അതിന് വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഓൺഗോയിങ് ആയിട്ട് പല പ്ലാനിങ്ങും മനസ്സിലുണ്ട്. പക്ഷേ ഇത് നമുക്ക് നമ്മളെ മുന്നിൽ വരുന്ന പ്ലാനിങ്ങുകൾ നമ്മൾ ഇത് എടുക്കുകയുള്ളൂ. പല പ്ലാനിങ്ങും മറ്റേ ലയൺസ് ക്ലബ്ബ് പല പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഇവിടെ ഒരു യൂണിറ്റ്. ആ യൂണിറ്റിൽ വരുന്ന നമ്മളെ മുന്നിൽ വരുന്ന ഈ പദ്ധതികളും ഒക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. ഇനി ഇതുമാതിരി എന്തെങ്കിലും ചാരിറ്റി ആവശ്യം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യും. ബൈജു ചേട്ടൻ എന്താ പറയാനുള്ളത്? വളരെയേറെ നന്ദിയുണ്ട് ലയൺസ് ക്ലബിനോടും അതുപോലെ ബോസ് ചേട്ടനും എല്ലാ മെമ്പർമാരോടും. ഇതുപോലുള്ള എല്ലാ നല്ല നല്ല പ്രവർത്തനങ്ങളും നടക്കട്ടെ. നമ്മുടെ നാട്ടിലെ ഇതേപോലുള്ള 4 ചുവരുകൾക്കുള്ളിൽ കിടക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു അപേക്ഷയും കൂടി ഉണ്ട്. താങ്ക് യു. അതെ, ജയശ്രീ അതെ ജയശ്രീച്ചിയാണ് ഇത്. ഇതിന്റെ ഇന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നവതാരക്കാരാണ്, ജയശ്രീച്ചി ഉപദേട്ടനൊക്കെയാണ്. അപ്പൊ കുറെ ദിവസമായി ഇത് പറഞ്ഞപ്പോൾ പുറത്തു പോകണം ബിജു. അപ്പൊ അതിന് വാസേട്ടനോട് സംസാരിച്ചു. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. വാസേട്ടൻ കുറെ ദിവസം മുന്നേ പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി മറ്റേ ടൂ വീലർ വേണമെങ്കിൽ അത് വാങ്ങിച്ചു തരാം. അപ്പം നമ്മളൊരാൾ വാങ്ങിച്ചു തരുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീൽ ചെയർ വാങ്ങിക്കുക എന്നുള്ളത് അവസാനത്തെ ഒരു കണ്ടീഷനിലെത്തിയത്. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ജോയിന്റ് സെക്രട്ടറി നന്ദകുമാർ ചേട്ടൻ എന്താ പറയാനുള്ളത്? നമ്മളെ ഗുൽമോഹർ നമ്മളെ പഞ്ചായത്തിൽ പിറവി കൊണ്ടിട്ട് 1 മാസമായിട്ടുള്ളൂ. വാസേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളെ കഴിയുന്ന സഹായം ഈ നാടിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 10-30 പേരുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായം ഈ നാടിന് എപ്പോഴും പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാജശേഖർ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇന്നൊരു റിപ്പബ്ലിക് ദിനമാണ്. കൂടാതെ നമ്മൾ അന്താരാഷ്ട്ര പാലിയേറ്റീവ് ദിനമായിട്ട് ജനുവരി 15 വരെ അതിൻ്റെ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. വള്ളിക്കുന്ന് പാലിയേറ്റീവ് ക്ലിനിക് എന്ന സംഘടനയുണ്ട്, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ലയൺസ് ക്ലബ് ഗുൽമോഹറിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മളൊരു ആൾക്ക് അവരുടെ 4 ചുമരിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ നമ്മുടെ ലയൺസ് ക്ലബ് ഗുൽമോഹറിന് സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് പാലിയേറ്റീവ് രോഗികളുമായി ബന്ധപ്പെടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ മാനസികാവസ്ഥയും അവരുടെ ആവശ്യങ്ങളും അറിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക്
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലയൺസ് ക്ലബ്ബ് ഗുൽമോഹൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അത് റിപ്പബ്ലിക് ദിനം ചെയ്യാൻ പറ്റിയത് നമുക്ക് എല്ലാവർക്കും ഈ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങൾക്കും വലിയൊരു കാര്യമായിട്ട് കണക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇത്തരത്തിൽ നമുക്ക് മനുഷ്യ സ്നേഹപരമായ കാരുണ്യപരമായ കൂടുതൽ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലബ്ബിൻ്റെ ഭാഗത്തുണ്ടാവും. വാസുവേട്ടനായാലും നമ്മുടെ ക്ലബ്ബിൻ്റെ സെക്രട്ടറി ആയാലും മറ്റു അംഗങ്ങളൊക്കെ തന്നെ ഇതിന് മുൻനിരയിൽ ഉണ്ടാവുന്ന യാതൊരു സംശയമില്ല. എന്തായാലും ഈ അവസരത്തിൽ നമ്മളെല്ലാവരെയും സന്തോഷവും ഈ ഒരു ചാരിതാർത്ഥ്യവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു. അമ്മയ്ക്ക് പറയാനുള്ള വളരെ സന്തോഷം. മോന് വണ്ടി കിട്ടിയത് അതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോവാനായാലും വളരെ സന്തോഷം തന്നെയാണ്. ഇങ്ങനെ എല്ലാവർക്കും ഇത് ആയി വരട്ടെ എന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം ഒന്ന് പുറത്തു പോകാനാവട്ടെ വണ്ടിയിൽ, അതാണ് പറയാനുള്ളത്. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഗുൽമോഹറിന് ഇനിയും ഇതുപോലുള്ള സർവീസുകൾ നൽകാനായി സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ സമൂഹത്തിൽ എന്നും ഇവരൊരു ഉത്തമ മാതൃകകളായി തുടരട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.